മാഫിയ ഒരർത്ഥത്തിൽ അധോലോകം. മാഫിയ എന്ന പദം നമ്മെ തേടിയെത്തുന്നത് നൂറ്റാണ്ടുകൾക്കും അപ്പുറം നിന്നാണ്. ആയിരം കാതങ്ങൾക്കുമകലെ ഭൂപടത്തിന്റെ മറ്റേതോ കോണിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, സിസിലിയിൽ നിന്ന്, രക്തവും കണ്ണീരും വീണു നനഞ്ഞ കുടിപ്പകകളുടെ ഭൂമിയിൽ നിന്ന്, കണ്ണിന് കണ്ണ് പകരമെന്നും രക്തത്തിന് രക്തം പകരമെന്നും ഉറച്ചവരുടെ വിശ്വാസങ്ങളിൽ നിന്ന്. ഇന്ന് മാഫിയ എന്ന പദത്തിന് പുതിയ അർത്ഥങ്ങൾ, പുതിയ മാനങ്ങൾ. സംഘടിതമായ മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെയും പെൺവാണിഭത്തിന്റെയും കണ്ണിൽ ചോരയില്ലാത്ത നരനായാട്ടിന്റെയുമെല്ലാം സാമ്രാജ്യമായി മാറിയിരിക്കുന്നു ഇന്ന് മാഫിയ. തായ്വേരറുക്കാൻ തുനിഞ്ഞ രാഷ്ട്രത്തലവന്മാരുടെ പോലും തല കൊയ്തെടുക്കാൻ പോന്നത്ര സംഹാരശക്തി ഇന്ന് മാഫിയ തലവന്മാർക്ക് കൈവന്നിരിക്കുന്നു. മാഫിയ ആക്രമണങ്ങൾ ഇന്ന് മറ്റേതോ ലോകത്ത് സംഭവിക്കുന്ന, മറ്റേതോ ജനതയ്ക്ക് സംഭവിക്കുന്ന വിപത്തല്ല നമുക്ക്. ഇന്ത്യയിലെ മഹാനഗരങ്ങൾ കൂടി മെല്ലെ മെല്ലെ മാഫിയകളുടെ പിടിയിൽ അമരുകയാണെന്ന് വൈകിയെങ്കിലും നാം അറിയുന്നു. ഡൽഹിയുടെയും ബോംബെയുടെയും കൽക്കത്തയുടെയും ബാംഗ്ലൂരിന്റെയും മദുരാശിയുടെയും ധൻബാദിന്റെയുമെല്ലാം പകലുകളും രാത്രികളും മാഫിയയുടെ രക്തവും പാപവും പുരണ്ട ഭീതിതമായ നിഴൽ വീണ് പങ്കിലമായി കഴിഞ്ഞിരിക്കുന്നു. മാഫിയയുടെ ഭീകരതയ്ക്കെതിരെ, ദുഷ്ടതയാർന്ന മഹാശക്തിക്കെതിരെ ഒറ്റപ്പെട്ടതെങ്കിലും കരുത്താർന്ന പ്രതിരോധമുയർത്തുവാൻ എല്ലാം മറന്ന് പോരാടാനിറങ്ങിയവരുടെ കഥയാണിത്. മാഫിയ. Mr. Govindan, Commissioner, I want to see you. It's very urgent. No. You come right away. Yes, sir. ഇരിക്കൂ. 1992 crime 548. I was studying your report. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയിൽ മിസ്റ്റർ ഗോവിന്ദൻ റിപ്പോർട്ടും
ലോക്കൽ പോലീസിന്റെ പ്രിലിമിനറി റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഐ മീൻ ഇവൻ ദി വെരി ബേസിക്സ്. ആരെയൊക്കെ കരുതിക്കൂട്ടി രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം പോലെയുണ്ട് നിങ്ങളുടെ റിപ്പോർട്ട്. സാറിനെ അക്യൂസ് ചെയ്യുകയാണോ? ലുക്ക്, കോളിളക്കമുണ്ടാക്കിയ ഒരു മർഡർ കേസാണിത്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കളങ്കമുണ്ടെന്ന് കോടതിയിൽ ആരോപണമുണ്ടായാൽ ദാറ്റ് വിൽ ടെൽ അപ്പോൺ ദി വെരി ഇന്റഗ്രിറ്റി ഓഫ് അവർ ഡിപ്പാർട്ട്മെന്റ്. കാര്യങ്ങളൊക്കെ സാറിനും അറിയാമല്ലോ. ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഗൌഡയുടെ ആൾക്കാരാണ്. അയാളുടെ അനിയൻ ചന്ദ്ര അടക്കമുള്ളവർ. സോ വാട്ട്? സാർ, ഗൌഡയുടെ പിടിപാടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നോ, സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ ആരാണ് ഹേ? ഈ സിറ്റിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറോ അതോ സൂര്യദേവരാജ ഗൌഡ എന്ന ഫോർത്ത് റേറ്റ് ക്രിമിനലിന്റെ വക്കീലോ? ഈ സൂര്യദേവരാജ ഗൌഡ സാർ ഉദ്ദേശിക്കുന്നത് പോലെ വെറുമൊരു ഫോർത്ത് റേറ്റ് ക്രിമിനലൊന്നും അല്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ അയാൾ ഈ സിറ്റിയിലെ മാഫിയ കിങ്ങാ, ദ റിയൽ ഡോൺ. മിസ്റ്റർ ഗോവിന്ദൻ, സാറ് ചുമ്മാ ടഫാകാൻ ശ്രമിക്കരുത്. ഈ കേസിൽ ഹോം മിനിസ്റ്ററുടെ താല്പര്യം എന്താണെന്ന് അങ്ങേക്കും അറിയാമല്ലോ. come on, cut the crap and just don't tell me about political interest. വാര്യർ സാറേ, വെറുതെ ക്ഷോഭിക്കരുത്. BP കൂടും. ഈ വയസ്സാം കാലത്ത് വല്ല അമ്പലത്തിലും പോയി മാല കെട്ടുകയോ പൂവെടുക്കുകയോ ചെയ്തുകൂടെ? വെറുതെ എന്തിനാ ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ ഈ വേഷം ഇട്ടോണ്ട് ഇങ്ങനെ You bloody... വെറുതെ ആ കസേര ഇടിച്ച് പൊളിക്കണ്ട സാർ. വകുപ്പനുസരിച്ചുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ സൂക്ഷിച്ചു മതി, അല്ലെങ്കിൽ ചിലപ്പോ ഓലപ്പാമ്പ് തിരിഞ്ഞു കടിച്ച പോലാവും. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ മോളിൽ ഒരുത്തനും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആളുണ്ട്, അത് മറക്കണ്ട. ഓ, സാർ, ആ, ഇവനെ പോലുള്ള തെമ്മാടികളെ പിടിച്ച് പോലീസിൽ ജോലി കൊടുത്ത് ആരാണാവോ? ശിവ ശിവ. ഓ സോറി, അയാളുടെ ഒരു കീഴുദ്യോഗസ്ഥനോട് ഞാൻ അയാളെ കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? ഇറ്റ് ഈസ് അഗേൻസ്റ്റ് സർവീസ് എത്തിക്സ്. ഇരിക്കെ. ആ, അല്പം കോഫി? നോ സാർ, താങ്ക്സ്. ആ, എങ്ങനെയാ പറയാതിരിക്കുക? ദാ നോക്കണം, താൻ സത്യസന്ധമായിട്ട് അന്വേഷിച്ചുണ്ടാക്കിയ തുമ്പും തുരുമ്പും ഒക്കെ കുഴച്ചു മറിച്ചിരിക്കുന്നു ആ വഷളൻ. കഷ്ടം. ഇനി ഈ റെക്കോർഡ്സും കൊണ്ട് കോടതിയിൽ ചെന്നാല് അവർ ഈ കേസ് കെട്ടെടുത്ത് ചവറ്റുകൊട്ടയിലിടും. നിരാശപ്പെടുന്നോ തന്റെ ജോലി താൻ ഭംഗിയാക്കി, അതിൽ അഭിമാനിക്കുക. അല്ല, തോറ്റു എന്നൊക്കെ തോന്നിപ്പോയാല് അന്ന് ഉപേക്ഷിക്കേണ്ടി വരും ഈ തൊഴില്. ആ, പിന്നെ തനിക്കൊരു ചെറിയ ഇളക്കി പ്രതിഷ്ഠയുണ്ട്. സാർ, നടുങ്ങണ്ട, ഇക്കുറി ദൂരേക്കൊന്നുമല്ല, സിറ്റിക്കകത്ത് തന്നെ. ട്രാഫിക്കിൽ നിന്ന് ക്രൈംസിലേക്ക്. തനിക്ക് എന്തെങ്കിലും ഒരു പാരിതോഷികം തരണമല്ലോ എന്ന് കരുതിയിട്ടാ. താങ്ക് യു സാർ. ആ, ജയശങ്കർ, സാർ, പാടില്ലാത്തതാണ്, എങ്കിലും ഞാൻ തനിക്കൊരു മുൻകൂർ വാണിംഗ് തരുന്നു. ചില വലിയ ബംഗ്ലാവുകളുടെ ഗേറ്റിൽ എഴുതി വയ്ക്കാറില്ലേ, ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിക്കുക എന്ന്? അതുപോലെ ബിവെയർ ഓഫ് ഗോവിന്ദൻ. തന്റെ ഈ പുതിയ പോസ്റ്റിങ്ങിനെ ഒരുപാട് എതിർത്തതായത് സൂക്ഷിക്കണം. സാർ. ഓ, സോറി സർ. രേഖേ, എന്താ ഇത്? ഒരു മാനേഴ്സ് ഇല്ലാതെ നോക്കിയത് വന്നൂടെ? ഐ എം റിയലി സോറി ഡാഡി. ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ. താങ്ക് യു. ആ, ജയശങ്കർ, ഓഫീസിലൊന്ന് അന്വേഷിച്ചോളൂ. നിങ്ങളുടെ പോസ്റ്റിംഗ് ഓർഡർ തയ്യാറായിട്ടുണ്ടാവും. സാർ. ആ, മോക്കെന്താ ഇന്ന് ക്ലാസ്സില്ലേ? ഓഹോ, ഞാനിന്ന് ശരിക്കും ഒരു ഫിക്സിലായി പോയി ഡാഡി. കേട്ട ഡാഡിക്ക് ചിരി വരും. സുജേത മേത്ത, അനു കുൽക്കർണി, ഗ്രേസിയൻ ജേക്കബ്, ചേതന സേത്, പിന്നെ ഞാനും 5 പേരും കൂടെ മിറാഷിൽ കയറി ശരിക്കും തട്ടി. ഐസ്ക്രീം, വാവ്, അവരുടെ പുതിയ ഐറ്റം. എന്ത് ടേസ്റ്റാന്നറിയോ ഡാഡിക്ക്? ഇനിയാണ് ശരിക്കും തമാശ. ബില്ല് വന്നപ്പോ സുജേത വിചാരിച്ചു അനുവിന്റെ കയ്യിൽ ചിക്കിളി ഉണ്ടാവുന്നു, അനു വിചാരിച്ചു ഗ്രേസിന്റെ കയ്യിലുണ്ടാവുന്നു, ഗ്രേസ് വിചാരിച്ചു ചേന കൊടുക്കുന്നു. യോ, ചേനയല്ലേ ഡാഡി, ചേതന, ചേതന സേത്. ആ, അത് തന്നെ, അവള് വിചാരിച്ച നീ കൊടുത്തോളൂ എന്ന്. ഇനിയിപ്പോ കടം തീർക്കണമെങ്കിൽ ഡാഡി ഒരു നത്തിങ് മച്ച്, ജസ്റ്റ് $200 അത്ര മതി. നോ, ഐ വോണ്ട് സ്പിൽ എ സിംഗിൾ ഡൈം. ഡാഡി, ഇന്ന് രാവിലെ ഡെക്കാൻ ഹെറാൾഡ് വായിച്ചിട്ട് ഡാഡി തന്നെയല്ലേ പറഞ്ഞത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 2 പോയിന്റ് കൂടിയെന്ന്. പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് ഡാഡി തരുന്ന മീഗർ ഡഫ് കൊണ്ട് 1 മാസം കഴിച്ചു കൂട്ടുന്ന പാടെ എനിക്കേ അറിയൂ. കാശ് തരുന്നോ ഇല്ലയോ? ഇല്ല. നീ ഒന്ന് പോകുന്നുണ്ടോ? നില്ലേ. ഓ, ഒന്ന് ചെങ്ങുക. വാ.
ഇവിടെ കുത്തിയിരുന്ന് എന്റെ ജോലി മുടക്കണ്ടെന്ന് കരുതിയിട്ടാ. എന്നാ, Oh, one more. Thank you. Thank you, sweet old man.